ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2144. ഇന്ന് നവംബർ മാസം 13-ാം തീയതി, ഈ ആണ്ടിലെ 317-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനം. നിന്റെ സഹോദരൻ നിന്നോട് തെറ്റ് ചെയ്താൽ അവനെ അത് ബോധ്യപ്പെടുത്തുക. ഒരു വ്യവസ്ഥ കൂടി ഉണ്ട്. കഴിഞ്ഞ പുലരിയിൽ നമ്മളതൊന്ന് ധ്യാനിച്ചതാണ്. അവനും നീയും തനിച്ച് ആയിരിക്കും. എന്റെ നിങ്ങളുടെയും ഒക്കെ ബോധ്യപ്പെടുത്തലുകൾ, പഠിപ്പിച്ചു കൊടുക്കലുകൾ, തിരുത്തലുകൾ എല്ലാം വളരെ പരസ്യമായിട്ടാണ്. അതിന്റെ പിന്നില് അവൻ കാര്യങ്ങളെ ഗ്രഹിക്കണമെന്നുള്ള ഒരു ആഗ്രഹമേ ഇല്ല. അവനെ നേടണമെന്നുള്ള ഒരു പ്രാർത്ഥനയുമില്ല. പിന്നെന്താണ്? അവനെ അങ്ങേയറ്റം വിധിക്കുക എന്നതാണ്. അവനെ അങ്ങേയറ്റം നശിപ്പിക്കുക എന്നതാണ്. ആ നശിപ്പീരും വിധിക്കലുമൊക്കെ ഒടുവിലൊരു വധിക്കലായി മാറുകയും ചെയ്യുന്നു. ഇനി ക്രിസ്തുയേശു പറഞ്ഞതിലേക്ക്, അതിന്റെ പ്രായോഗികമായ ഒരു തലത്തിലേക്കും എത്തിയാൽ, അങ്ങനെ ഒരു സ്വകാര്യതയില് അവനെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ അവനത് ഉൾക്കൊള്ളാനായിട്ട് സാധ്യതയുണ്ടോ? എപ്പോഴും തെറ്റ് ചെയ്യുന്ന ആള് അതിൽ ന്യായീകരിച്ചു നിൽക്കാനാണ് സാധ്യത. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ സംഭവിച്ചതാണ് എന്ന് ഒന്ന് തുറന്ന് ഏറ്റുപറയാനായിട്ട് അധികം സന്നദ്ധരാവുന്നില്ല. ഞാനും ഒരുപക്ഷെ നിങ്ങളുമൊക്കെ. നമ്മൾ അതിൽ ഇങ്ങനെ ന്യായീകരിച്ച് ഉറച്ചു നിൽക്കുകയാവും. അപ്പോൾ അവനോട് എങ്ങനെയാണ് നമ്മൾ തുടർന്ന് യേശു സമീപനത്തിലൂടെ ഇടപെടേണ്ടത്? അതിനകത്ത് ഇനിയുള്ള സാധ്യതകള് വലിയ ചില ബാധ്യതകളാണ് ക്രിസ്തു ശിഷ്യരെ സംബന്ധിച്ചിടത്തോളം. എന്താണ് അതിലെ സാധ്യതയും പതിയെ നമുക്കത് ബാധ്യതയായി മാറുന്നതുമൊക്കെ? അവൻ കേട്ടില്ലെങ്കിൽ എന്നാ പറയാ. അവൻ നിന്നെ ചെവിക്കൊണ്ടില്ലെങ്കിൽ നീ 1-2 സാക്ഷികളെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി അവനെ അത് ബോധ്യപ്പെടുത്താൻ പറയാം. അപ്പോഴും അതിനകത്തൊരു സ്വകാര്യത നിലനിർത്തണമെന്ന് തന്നെയാണ്. അതിനകത്തൊരു രഹസ്യാത്മകത സൂക്ഷിക്കണമെന്ന് തന്നെയാണ്. ഇന്നെല്ലാം വൈറലാക്കുന്ന ഒരു കാലത്ത് ക്രിസ്തു വചനത്തിന്, ക്രിസ്തു ഉപദേശത്തിനൊക്കെ എന്തുമാത്രം പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാവും നമുക്കിടയിൽ. 1-2 സാക്ഷികളെ കൂടി കൂട്ടിക്കൊണ്ടുവന്ന് അവനെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എന്താണ് ഇയാളുടെ ഉദ്ദേശം? അവനെ നേടണമെന്ന് തന്നെയാണ്. ഒരു വിധത്തിലും അവനെ നഷ്ടപ്പെടുത്തി കളയരുതെന്നുള്ള അവനോടുള്ള അഗാധമായ സ്നേഹം തന്നെയാണ്. ഈ ഒരു സ്നേഹത്തെയാണ്, ഈ ഒരു മനുഷ്യ സഹജീവികളോടുള്ള സഹാനുഭൂതിയെ, അനുകമ്പയും അനുഭാവത്തെയുമാണ് ക്രിസ്തുയേശു ഭൂമിക്ക് കൈമാറാനായിട്ട് പരസ്പരം നമ്മൾ ഉണ്ടാകണമെന്ന് നിർബന്ധപൂർവം ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ അതൊന്ന് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കാം. ആമേൻ.